ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ആണ്. ദി ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോമൻ കോൺക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ റോമൻ ഒക്യുപ്പേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. റോമൻ ഒക്യുപ്പേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുവെങ്കിലും ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിന് തൊട്ടു മുന്നേ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതായത് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത പാർട്ട് എന്ന് പറഞ്ഞാൽ റോമൻ ലീജൻസ് വെർ വിഡ്രോൺ ഫ്രം ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഇൻക്ലൂഡിങ് ബ്രിട്ടൻ. ബ്രിട്ടനും റോമൻ ലീജൻസിൽ നിന്ന് ഫ്രീ ആയി. അങ്ങനെ ബ്രിട്ടൻ ഫ്രീ ആയപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി. അതായത് റോമൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു പ്രത്യേകത നമുക്കറിയാം. മിലിറ്ററി ട്രെയിനിങ് റോമൻ സോൾജേഴ്സ് അല്ലെങ്കിൽ റോമനൈസ്ഡ് ബ്രിട്ടൻസ് അവരിൽ നിന്നുള്ള സോൾജേഴ്സിന് മാത്രമാണ് ലഭിച്ചിരുന്നത്. ലോക്കൽ പീപ്പിൾ അല്ലെങ്കിൽ സിവിലിയൻസിന് മിലിറ്ററി ട്രെയിനിങ്സ് ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റില്ല. So with the departure of Romans from the shores of Britain, the people of the land were left to fend for themselves. അങ്ങനെ റോമൻസ് ബ്രിട്ടൻ വിട്ടു പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം നോക്കിയിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവരാണ് പിറ്റ്സും സ്കോട്ട്സും. റോമൻസ് ബ്രിട്ടൻ വിട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പിക്സിൻ്റെയും സ്കോട്ട്സിൻ്റെയുമാണ്. പിക്സിൻ്റെയും സ്കോട്ട്സിൻ്റെയും കഥ നമുക്കറിയാം. കെൽട്സിൻ്റെ സമയം തൊട്ടേ ഇവരൊരു തലവേദനയാണ്. So these Picts and Scots, they were a nuisance since the time of the Celts and also during the Roman occupation. ഈ പിക്സും സ്കോട്ട്സും റോമൻ ഒക്യുപ്പേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ റോമൻ റൂളിൻ്റെ ടൈമിൽ ഇവരെ തുരത്താൻ വേണ്ടിയിട്ട് ഹാഡ്രിയൻ വാൾ കൺസ്ട്രക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞു. പക്ഷേ റോമൻ റൂൾ എൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കിയ പിറ്റ്സും സ്കോട്ട്സും ഹാഡ്രിയൻ വാളിലൂടെ നുഴഞ്ഞു കയറി ബ്രിട്ടനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ബ്രിട്ടനെ അറ്റാക്ക് ചെയ്യുകയും സിറ്റീസും ടൗൺസും ഒക്കെ സാബോട്ടേജ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. ജനങ്ങളെ ലാർജ് സ്കെയിലിൽ കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റ്സിൻ്റെയും സ്കോട്ട്സിൻ്റെയും ശല്യം സഹിക്കാൻ വയ്യാതെ ബ്രിട്ടൻസ് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നു. സോ ദ ബ്രിട്ടൻസ് took up arms for their motherland under the leadership of a Welsh bishop named Saint Germanius. ഈ ഒരു പ്രതിസന്ധിയിൽ അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത് ഒരു വെൽഷ് ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സെയിൻറ്റ് ജെർമേനിയസ് എന്നാണ്. അദ്ദേഹമാണ് ബ്രിട്ടൻസിനെ നയിച്ചത് ഈ പിക്സിൻ്റെയും സ്കോട്ട്സിനും എതിരായിട്ട്. അങ്ങനെ 429 AD നടന്ന ആ ഒരു ബാറ്റിൽ ബ്രിട്ടൻസ് വിൻ ചെയ്തു. അത് വളരെ വലിയൊരു വിക്ടറി ആയിരുന്നു. ആ വിക്ടറിയെ പിന്നീട് വിളിച്ചത് ഹല്ലേലൂയ വിക്ടറി എന്നാണ്. So in 429 AD the Britons won a victory called the Hallelujah victory. Hallelujah victory എന്ന് പറയുന്നത് അത് ബിഷപ്പ് ജെർമേനിയസിൻ്റെ നേതൃത്വത്തിൽ കിട്ടിയ ഒന്നായതുകൊണ്ടാണ് ഹല്ലേലൂയ വിക്ടറി എന്ന് പറയുന്നത്. പക്ഷേ ഈ സമാധാനം അധിക നാൾ നീണ്ടു നിന്നില്ല. പിക്സും സ്കോട്ട്സിനെയും താൽക്കാലികമായിട്ട് തുരത്താനേ ബ്രിട്ടനെ സാധിച്ചുള്ളൂ, എന്നേക്കുമായിട്ട് തുരത്താനായിട്ട് സാധിച്ചില്ല. അവർ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 450 AD ആയപ്പോഴത്തേക്കും വോർട്ടിഗൻ എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷ് ചീഫ് ജൂട്ട് വാറിയേഴ്സായ ഹെംഗിസ്റ്റിൻ്റെയും ഹോഴ്സയുടെയും സഹായം അഭ്യർത്ഥിച്ചു. ഈ ജൂട്ട്സ് എന്ന് പറയുന്നത് യൂറോപ്യൻ ട്രൈബ്സ് ആണ്. ജർമേനിക് ട്രൈബ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. ജൂട്ട്സ്, സാക്സൺസ്, ആംഗിൾസ്, ഇവരൊക്കെ ജർമേനിക് ട്രൈബ്സ് ആണ്. അതിൽ ജൂട്ട് വാറിയേഴ്സായ ഹെംഗിസ്റ്റിനെയും ഹോഴ്സയെയും ഇൻവൈറ്റ് ചെയ്തു ബ്രിട്ടനിലേക്ക്. ഇവിടെ വന്ന് താമസിച്ച് എങ്ങനെയെങ്കിലും ഈ പിക്സിൻ്റെയും സ്കോട്ട്സിൻ്റെയും ശല്യം ഇല്ലാതാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഹെംഗിസ്റ്റും ഹോഴ്സയും ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തു. So it was not a Herculean task for these able, agile Jute warriors Hengist and Horsa to beat the Picts and Scots back. ഹെംഗിസ്റ്റും ഹോഴ്സ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിയേഴ്സ് ആയിട്ടുള്ള വാറിയേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ പിക്സിനെയും സ്കോട്ട്സിനെയും തുരത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. അവർ വളരെ ഈസി ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തു. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് അവിടെയല്ല. തിങ്സ് began to turn topsy-turvy as the Jute warriors decided to stay back. ഈ ജൂട്ട് വാറിയേഴ്സിന് ബ്രിട്ടനിൽ വന്ന് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ലാൻഡും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് തിരിച്ച് അവരുടെ ഹോംലാൻഡിലേക്ക് പോകാനായിട്ടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഹോംലാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ പോലെ ഒന്നുമല്ല, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡായിരുന്നു. അതുപോലെ ക്ലൈമറ്റും ഒക്കെ ബ്രിട്ടനിലായിരുന്നു നല്ലത്. അങ്ങനെ അവർ ഇവിടെ തന്നെ തുടരാനായിട്ട് തീരുമാനിച്ചു. അതോടുകൂടെ കാര്യങ്ങളെല്ലാം തകിടം മറിയാനായിട്ട് തുടങ്ങി.
ഹെങ്ങിസ്റ്റും ഹോഴ്സയും ബ്രിട്ടനിലെത്തിയപ്പോൾ അവരോടൊപ്പം അവരുടെ കുറേ ഫോളോവേഴ്സും അവരുടെ ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പതിയെ ബ്രിട്ടനിൽ സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ അവരെ തുരത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടൻസ് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതാണ് ശരിക്കും ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് എന്താണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് റോമൻ ഒക്യുപ്പേഷൻ ആ ഒരു കാലഘട്ടം തൊട്ട് ആംഗ്ലോ സാക്സൺ കാലം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദ ഇയേഴ്സ് സക്സീഡിങ് ദ വിഡ്രോവൽ ഓഫ് ദ റോമൻ ആർമി വാസ് എ പീരീഡ് വെൻ സിവിലൈസേഷൻ കെയിം ടു എ മൊമെൻ്ററി ഹോൾട്ട്. റോമൻ ലീജൻസ് ബ്രിട്ടനിൽ നിന്ന് വിഡ്രോ ചെയ്ത ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ദി എൻറ്റയർ സിവിലൈസേഷൻ കുറച്ച് നാളത്തേക്കൊന്ന് സ്തംഭിച്ച അവസ്ഥയായിരുന്നു. എവിടെയും വയലൻസും അനാർക്കിയും മാത്രമായി. വയലൻസ്, അനാർക്കി, സാവേജറി ആൻഡ് ബ്രൂട്ടാലിറ്റി വെയർ ദി ഓർഡർ ഓഫ് ദി ഡേ. ഈ ഒരു കാലഘട്ടത്തിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് നമുക്ക് ഹിസ്റ്റോറിയൻസായ ഗിൽഡസിൻ്റെയും നെനിയസിൻ്റെയും വർക്ക്സിലൊക്കെ കാണാം. പക്ഷേ ഏറ്റവും നല്ല ഒരു വിവരണം നമുക്ക് കാണാൻ കഴിയുന്നത് വെനറബിൾ ബീഡിൻ്റെ എക്ലീഷിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് നേഷനിലാണ്. വി ക്യാൻ സീ എൻ ഒബ്ജക്റ്റീവ് account of the incidents that took place during this period in Venerable Bede's work Ecclesiastical History of the English Nation, which was published in 732 AD. 732 AD ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു സെഞ്ചുറിയുടെ കഴിഞ്ഞിട്ടൊരു വർക്കും എഴുതി, ആംഗ്ലോ സാക്സൺ ക്രോണിക്കൽ. ഈ രണ്ട് വർക്ക്സിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അക്കൗണ്ട്സ് ഈ കാലഘട്ടത്തിനെ പറ്റി നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഹെങ്ങിസ്റ്റും ഹോഴ്സയും ജൂട്ട്ലാൻഡിൽ നിന്ന് ബ്രിട്ടനിലെത്തി. അവരുടെ ഫോളോവേഴ്സും അവരോടൊപ്പം വന്നു. അവരെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് ബ്രിട്ടീഷ് കിങ്ങായ വാട്ടിഗനാണ്. പക്ഷേ അവർ തിരിച്ചു പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഇവരെ തുരത്താൻ വേണ്ടിയിട്ട് മറ്റൊരു ബാറ്റിൽ ബ്രിട്ടനെ നയിക്കേണ്ടതായിട്ട് വന്നു. A great battle had to be fought in 455 AD in order to fight the able, agile Jute warriors and their followers. ആ ഒരു ബാറ്റിൽ വളരെ ഫേറ്റൽ ആയിട്ടുള്ള ഒന്നായിരുന്നു. കാരണം വാട്ടിഗൻ ആ ബാറ്റിൽ കൊല്ലപ്പെട്ടു. വാട്ടിഗൻ ഗോട്ട് കിൽഡ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ജൂട്ട് വാരിയേഴ്സിൽ ഒരാളായ ഹോഴ്സയും കൊല്ലപ്പെട്ടു. അങ്ങനെ ഹെങ്ങിസ്റ്റ് മാത്രമായി അവശേഷിക്കുന്ന വാരിയർ. ആൻഡ് ഫൈനലി ഹെങ്ങിസ്റ്റ് ബിക്കെയിം ദി അൺഡിസ്പ്യൂട്ടഡ് കിങ്. അങ്ങനെ ഹെങ്ങിസ്റ്റ് കിങ് ആയതിനു ശേഷം ബാക്കിയുള്ള ജൂട്ട് പീപ്പിളും കൂടെ ബ്രിട്ടനിലേക്ക് വരാനായിട്ട് തുടങ്ങി. ദ ജൂട്ട്സ് ദേ ബിഗാൻ ടു സെറ്റിൽ ഡൗൺ ഇൻ ദ ലാൻഡ് along with their families and dependents. അവർ ആദ്യമായിട്ട് ബ്രിട്ടനിൽ സെറ്റിൽ ഡൗൺ ചെയ്തത് കെൻറ്റ് എന്നുള്ള പ്ലേസിൻ്റെ ചുറ്റുമാണ്. ഇവിടം തൊട്ടാണ് ശരിക്കുള്ള ഒരു ജർമനിക് ട്രൈബ്സിൻ്റെ സെറ്റിൽമെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ജർമനിക് ട്രൈബ്സ് ദസ് ബിഗാൻ. അങ്ങനെ ജർമനിക് ട്രൈബ്സിലെ ജൂട്ട്സ് ബ്രിട്ടനിൽ സെറ്റിൽഡായി. അടുത്ത ട്രൈബ്സ് എന്ന് പറയുന്നത് സാക്സൺസ് ആയിരുന്നു. ദ നെക്സ്റ്റ് ബാൻഡ് ഓഫ് ഇൻവേഡേഴ്സ് വെർ ദ സാക്സൺ ട്രൈബ്സ് who came around the year 477 AD. 477 AD ആയപ്പോഴാണ് സാക്സൺസ് പതിയെ വരാനായിട്ട് തുടങ്ങിയത്. അവരുടെ ലീഡറിൻ്റെ പേര് അയല്ല എന്നായിരുന്നു. They were led by the leader അയല്ല and they are said to have arrived in 3 ships. 3 കപ്പലുകളിലായിട്ടാണ് നിറയെ സാക്സൺസ് വന്നിറങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷെ അവരിവിടെ വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഇവിടെ മറ്റു പല സെറ്റിലേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ദ ജൂട്ട്സ്. They met with stiff resistance from the people who had already occupied the land. പക്ഷേ വന്നിറങ്ങിയ സാക്സൺസ് എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടനിലുണ്ടായിരുന്ന മറ്റ് ട്രൈബ്സിനും നേറ്റീവ് ട്രൈബ്സിനും ഒന്നും തന്നെ സാക്സൺസിന് ബീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആൻഡ് സെവറൽ ബാറ്റിൽസ് ഹാഡ് ടു ബി ഫോട്ട് ആൻഡ് അൾട്ടിമേറ്റ് വിക്ടറി വാസ് ഫോർ ദ സാക്സൺസ്. ഒരുപാട് ബാറ്റിൽസ് ഫൈറ്റ് ചെയ്തു എങ്കിലും വിക്ടറി സാക്സൺസിന് തന്നെയായിരുന്നു. അതുകൊണ്ട് കുറേ നേറ്റീവ് ട്രൈബ്സിനും അതുപോലെ ജൂട്ട് വാരിയേഴ്സിനുമൊക്കെ ബ്രിട്ടൻ്റെ നോർത്തേൺ പാർട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ദേ ഹാഡ് ടു ഗോ ഇൻ എക്സൈൽ ടു ദ മൗണ്ടേനിയസ് നോർത്ത് ഓർ ദ സ്വാമ്പ് ഫിൽഡ് വെസ്റ്റ്. ആൻഡ് ദ വൺസ് ഹു റിമൈൻഡ് വെർ എൻസ്ലേവ്ഡ് ബൈ ദ കോൺകറേഴ്സ് ഹു ബ്രോട്ട് ദെയർ ഫാമിലീസ് ആൻഡ് സെറ്റിൽഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രിട്ടൻ, ഗിവിംഗ് ദീസ് സെറ്റിൽമെൻറ്റ്സ് ദെയർ ഓൺ നെയിംസ്. അങ്ങനെ എങ്ങോട്ടും പോകാതെ ബാക്കി അവശേഷിച്ച ട്രൈബ്സിനെ ഈ വന്നവർ, അതായത് സാക്സൺസ്, ബന്ദികളാക്കി. ഇപ്പോൾ സാക്സൺസ് വന്നപ്പോൾ അവരുടെ ഫാമിലീസും ഒക്കെ അവരോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബ്രിട്ടൻ്റെ വെൽ മാർക്ക്ഡ് ഏരിയാസിലൊക്കെ അങ്ങോട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അവർ സെറ്റിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഏരിയാസിനൊക്കെ ഇവരുടെ പേരുകളാണ് കൊടുത്തത്, പ്ലേസ് നെയിംസ് ആണ് കൊടുത്തത്. ഇവർ മെയിനായിട്ട് സെറ്റിൽ ചെയ്ത ഏരിയാസ് എന്ന് പറയുന്നത് സസെക്സ്,
അവിടെയാണ് ഏറ്റവും കൂടുതൽ സാക്സൺസ് സെറ്റിൽ ഡൗൺ ചെയ്തത്. അതുപോലെ എസെക്സ് എന്ന പ്ലേസിലും സാക്സൺസ് ലാർജ് സ്കെയിലിൽ സെറ്റിൽ ഡൗൺ ചെയ്തു. അവിടെ കൂടുതലും വന്ന സാക്സൺ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് സാക്സൺസ് ആണ്. അതുകൊണ്ടാണ് എസെക്സ് എന്നുള്ള പേര് ലഭിച്ചത്. പിന്നീട് മിഡിൽ സെക്സ് എന്ന് പറയുന്ന പേരിലും എന്ന സ്ഥലത്തിലും അവർ സെറ്റിൽ ഡൗൺ ചെയ്തു. അവിടെ വന്ന ട്രൈബ്സ് മിഡിൽ സാക്സൺസ് ആയിരുന്നു. അതുകൊണ്ടാണ് മിഡിൽ സെക്സ് എന്നുള്ള പേര് വന്നത്. അതുപോലെ സറേയിലും ലാർജ് നമ്പർ ഓഫ് സാക്സൺസ് സെറ്റിൽ ഡൗൺ ചെയ്തു. ആൻഡ് ആസ് ഫോർ ദ വെസ്റ്റ് സാക്സൺസ്, ദ സെറ്റിൽഡ് ഇൻ പ്ലേസ് വിച്ച് കെയിം ടു ബി കോൾഡ് ആസ് വെസെക്സ്, കൺസിസ്റ്റിംഗ് ഓഫ് ബർക്ക്ഷയർ, വിൽഷയർ, ഹാംഷയർ ആൻഡ് ഡോസെറ്റ്. അതുപോലെ തന്നെ വെസ്റ്റ് സാക്സൺസ് സെറ്റിൽ ചെയ്ത പ്ലേസ് പിന്നീട് അറിയപ്പെട്ടത് വെസെക്സ് എന്നാണ്. വെസെക്സ് എന്ന് പറഞ്ഞാൽ ബർക്ക്ഷയറും വിൽഷയറും ഹാംഷയറും ഡോർസെറ്റും ഒക്കെ ചേർന്ന ആ ഒരു പ്രദേശമാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് ഇൻവേഡേഴ്സ് ആയിരുന്നു ആംഗിൾസ്. അനദർ ഇമ്പോർട്ടൻറ്റ് ട്രൈബ് ടു ഇൻവേഡ് ദ ലാൻഡ് വാസ് ദി ആംഗിൾസ്. ആംഗിൾസ് എന്ന് പറയുന്നത് നേരത്തെ വന്ന സാക്സൺ ട്രൈബ്സുമായിട്ട് ബന്ധമുള്ളവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരും വന്നത് സൗത്ത് ഡെൻമാർക്കിൽ നിന്നും നോർത്ത് ജർമ്മനിയിൽ നിന്നും ഹോളണ്ടിൽ നിന്നുമൊക്കെയാണ്. ആൻഡ് ദെയർ ലീഡർ വാസ് ഐഡ. ഐഡ എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു അവരുടെ ലീഡർ. ആൻഡ് ദേ ഗോട്ട് സെറ്റിൽഡ് ഇൻ ദ വെൽ മാർക്ഡ് ഏരിയാസ് ലൈക്ക് നോർതംബ്രിയ, ഈസ്റ്റ് ആംഗ്ലിയ ആൻഡ് മേർഷ്യ. ആംഗിൾസ് സെറ്റിൽ ഡൗൺ ആയ ഏരിയാസ് എന്ന് പറയുന്നത് നോർതംബ്രിയ, ഈസ്റ്റ് ആംഗ്ലിയ, മേർസിയ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്. ഇവരും ലാർജ് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് വന്നത്. ദേ ഓൾസോ കെയിം ഇൻ ലാർജ് ക്ലസ്റ്റേഴ്സ്. അങ്ങനെ ആംഗിൾസ് സെറ്റിൽഡ് ഡൗൺ ആയ ലാൻഡ് ആംഗിൾ ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ബ്രിട്ടന് ഇംഗ്ലണ്ട് എന്നുള്ള നെയിം കിട്ടുന്നത്. സോ ദിസ് ആംഗിൾ ലാൻഡ് ഓർ ലാൻഡ് ഓഫ് ആംഗിൾസ് ബിക്കെയിം ഇംഗ്ലണ്ട്. അപ്പോൾ ആംഗിൾസും സാക്സൺസും ജൂട്ട്സും എന്ന് പറയുന്നത് ജർമേനിക് ട്രൈബ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ജർമേനിക് ഇൻവേഡേഴ്സിന് ആക്ച്വലി ബ്രിട്ടൻ വന്ന് കീഴടക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് ഒന്നും ആയിരുന്നില്ല. എന്ന് കരുതി ബ്രിട്ടനിലുള്ളവർ ഫൈറ്റ് ചെയ്തില്ല എന്നല്ല, അവരും അവരെ കൊണ്ടാകാവുന്ന രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തിരുന്നു. ദെർ വെയർ പ്രോമിനൻറ്റ് ബ്രിട്ടീഷ് ലീഡേഴ്സ് ഹു ലെഡ് ദ ഡിഫെൻസ് അഗെയിൻസ്റ്റ് ദീസ് ഫോഴ്സസ്. അത് വെനറബിൾ ബീഡിന്റെ വർക്സിലെല്ലാം ഇതുപോലെ ഈ ട്രൈബ്സിനെ റെസിസ്റ്റ് ചെയ്ത റൂളേഴ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു എംബ്രോഷ്യസ് ഒറീലിയസ്. ഹി വാസ് എ ഗ്രേറ്റ് ലീഡർ ബട്ട് വെരി ലിറ്റിൽ ഇസ് നോൺ അബൌട്ട് ഹിം. വെനറബിൾ ബീഡിനെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ ആയിരുന്നു ഗിൽഡസ്. ഗിൽഡസും ഇതുപോലെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, കിങ് ആർതർ. കിങ് ആർതറിന്റെ സ്റ്റോറീസ് ശരിക്കും വെനറബിൾ ബീഡിന്റെ വർക്സിലാണ് കൂടുതലും കാണുന്നത്. അതുപോലെ ഗിൽഡസിന്റെ വർക്സിലും ഉണ്ട് കിങ് ആർതറിന്റെ മെൻഷൻ. കിങ് ആർതർ ഹീസ് പ്രസന്റഡ് ആസ് ദ ഡിഫെൻഡർ ഓഫ് ബ്രിട്ടൻ ഹു എൻഗേജ്ഡ് the Saxons in 12 mighty battles, which ended with the final battle, that is the Battle of Mons Badonus, which was in 500 AD. കിങ് ആർതർ ആയിരുന്നു അതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളത്. 12 മൈറ്റി ബാറ്റിൽസ് ആണ് അദ്ദേഹം ഈ ട്രൈബ്സിനെതിരെ നടത്തിയത്. ആ ഫൈനൽ ബാറ്റിൽ എന്ന് പറയുന്നത് മോൺസ് ബെഡോണസ് ആണ്. അത് 500 AD സംഭവിച്ചത്. ഈ മോൺസ് ബെഡോണസ് എന്ന് പറയുന്ന ബാറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ബാറ്റിലാണ് ശരിക്കും സാക്സൺസിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. ദ സാക്സൺസ് വർ ഡിഫീറ്റഡ് ഇൻ ദിസ് ബാറ്റിൽ ആൻഡ് ദേ ഡെയർ നോട്ട് ഫൈറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് എ പീരീഡ് ഓഫ് 50 years. പിന്നീട് ഏറ്റവും ചുരുങ്ങിയത് 50 വർഷത്തോളം സാക്സൺസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ശല്യവും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കിങ് ആർതർ എന്നുള്ളതൊരു ലെജൻഡറി കിങ് ആണെന്നും ശരിക്കും എംബ്രോഷ്യസ് ഒറീലിയസ് തന്നെയാണ് ഈ കിങ് ആർതർ ആയിട്ട് പല വർക്സിലും പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ ഹിസ് റിഗാർഡഡ് ആസ് ദി റൊമാൻറ്റിക് ആൾട്ടർ ഈഗോ ഓഫ് എംബ്രോഷ്യസ് ഒറീലിയസ്. അങ്ങനെ സാക്സൺസിന് വലിയൊരു ഡിഫീറ്റ് ആയിരുന്നു 500 AD നടന്ന മോൺസ് ബെഡോണസ് ബാറ്റിലിന് നേരിടേണ്ടി വന്നത്. പക്ഷേ ഈ ഒരു 50 വർഷത്തിന്റെ കാലയളവിന് ശേഷം പതിയെ ബ്രിട്ടീഷ് ഡിഫൻസ് ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ബ്രിട്ടൻസിനെ നയിക്കാനായിട്ട് ഒരു ലീഡർ ഇല്ലാത്ത ഒരു അവസ്ഥയായി. അങ്ങനെ വീണ്ടും സാക്സൺസ് ഇൻവേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ബ്രിട്ടൻസിന് മറ്റൊരു വഴിയുമില്ലാതെ ഈ സാക്സൺ റൂളിന് കീഴടങ്ങേണ്ടതായിട്ട് വന്നു. So left with no other option, the Britons had to surrender to the mighty Saxons. And by almost 7th century, the Saxons emerged as the mighty masters of the land. ഏകദേശം 7th century ആയപ്പോഴത്തേക്കും സാക്സൺസ് ബ്രിട്ടൻ അടക്കി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നിരുന്നാലും നോർത്തേൺ ഏരിയ, അതായത് മൗണ്ടേനിയസ് നോർത്ത്, അതുപോലെ തന്നെ വെസ്റ്റേൺ സ്വാംസ്, ഇതൊന്നും സാക്സൺസിന് കീഴടക്കാനായിട്ട് സാധിച്ചിട്ടില്ല.
അങ്ങനെ നിവൃത്തിയോടുകൊണ്ട് നല്ല ഒരു ശതമാനം ബ്രിട്ടൻസും സാക്സൺ റൂളിന് കീഴടങ്ങി. അങ്ങനെ സാക്സൺ റൂൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ബ്രിട്ടൻസ് ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സാക്സൺ റൂൾസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ സാക്സൺസിനെ അവരുടെ ന്യൂ ലോർഡ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർ നോർത്തേൺ പാർട്ടിലേക്കും വെസ്റ്റേൺ പാർട്സിലേക്കും പലായനം ചെയ്തു. പിന്നെ മറ്റൊരു വിഭാഗം ബ്രിട്ടൻസ് വളരെ സന്തോഷത്തോടുകൂടെ തന്നെ സാക്സൺസിനെ അവരുടെ ലോർഡ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്മിഷനാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ സാക്സൺസിനെ അവരുടെ ലോർഡ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബ്രിട്ടൻസ് നോർത്തിലേക്കും വെസ്റ്റിലേക്കും ഓടിപ്പോയി എന്ന് പറഞ്ഞു. ആൻഡ് സം ഓഫ് ദം ഈവൻ ക്രോസ് ദ ഇംഗ്ലീഷ് ചാനൽ. ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ബെൽറ്റ് ഓഫ് വാട്ടറാണ്. ഇംഗ്ലീഷ് ചാനലും ക്രോസ് ചെയ്ത് ചിലർ ഫ്രാൻസിലേക്ക് പോയി, ഫ്രാൻസിൻ്റെ നോർത്തേൺ പാർട്ടിലേക്ക്. ആൻഡ് ദേ ഗോട്ട് സെറ്റിൽഡ് ഇൻ ഫ്രാൻസ് നോർത്ത് ഓഫ് റിവർ ലോയ ഇൻ എ പ്ലേസ് നെയ്മഡ് ആമോറിക്ക. അങ്ങനെ ബ്രിട്ടൻസ് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഈ ആമോറിക്ക എന്നുള്ള പ്ലേസിൽ സെറ്റിൽ ചെയ്തു. കാലക്രമേണ ഈ എമിഗ്രേഷൻ പ്രോസസ്സ് വലുതാകാനായിട്ട് തുടങ്ങി. ദിസ് എമിഗ്രേഷൻ പ്രോസസ് കണ്ടിന്യൂഡ് ടിൽ ദ വോൾ ഓഫ് ആർമോറിക്ക വാസ് ഓവർ റൺ ബൈ ദ ബ്രിട്ടൻസ്. അങ്ങനെ ആർമോറിക്ക എന്നുള്ള പ്ലേസിൽ പിന്നെ ബ്രിട്ടൻസ് മാത്രമായി. അങ്ങനെ ആർമോറിക്ക എന്നുള്ള പേര് മാറി ബ്രിട്ടനി എന്നുള്ള പേരായി. ആൻഡ് ദ പ്ലേസ് നെയിം got replaced as Brittany, that is a land of self-exiled Britons. ഇതുപോലെ സ്വന്തം രാജ്യം വിട്ട് ഓടിപ്പോരേണ്ടി വന്ന ബ്രിട്ടൻസിൻ്റെ ലാൻഡ് എന്നുള്ള പേരിലാണ് പിന്നീട് ആർമോറിക്ക അറിയപ്പെട്ടത്. ബ്രിട്ടാനി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ 500 AD വരെ ബ്രിട്ടനെ നയിച്ച പ്രഗത്ഭനായ കിങ് ആർതറിൻ്റെ കഥകൾ പിന്നീട് ബ്രിട്ടനിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ വളരെ വേഗത്തിൽ സർക്കുലേറ്റഡ് ആവാനായിട്ട് തുടങ്ങി. The story of King Arthur and his brave knights who fought against the Saxon invasion became a popular folktale during that time. And these tales were later known as the Tales of King Arthur and the Knights of the Round Table. പിന്നീട് ഈ ടേൽസ്, ഈ ഫോക്ക് ടേൽസ് അറിയപ്പെട്ടത് ദ ടേൽസ് ഓഫ് ആർതർ ആൻഡ് ദ നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ എന്നാണ്. ഇത് ബ്രിട്ടനിൽ പോപ്പുലർ ആയിരുന്ന ഒരു മിത്തായിരുന്നു, ഈ കിങ് ആർതറിൻ്റെ മിത്ത്, ലെജൻഡ്. So it forms one of the chief myths of Britain and have inspired writers throughout ages. ഒരുപാട് ജനറേഷൻ ഓഫ് റൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്ത ഒരു ഫോക്ക് ടെയിലാണ് കിങ് ആർതറിൻ്റേത്. ആൻഡ് ദീസ് ഫോക്ക് ടെയിൽസ് വെർ സങ് ബൈ മിനിസ്റ്റേഴ്സ് ഫോർ ഏജസ്. അന്നൊന്നും ഇതുപോലെ കമ്പൈൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഈ ഫോക്ക് ടെയിൽസ് സർക്കുലേറ്റ് ചെയ്യുന്നത് മിനിസ്റ്റേഴ്സിൻ്റെ ഫോക്ക് സോങ്സിലൂടെയാണ്. And in the 15th century, these songs were written down by Thomas Malory under the title Mort d'Arthur. പിന്നീട് 15th century ആയപ്പോഴാണ് ഈ ഫോക്ക് സോങ്സ് എല്ലാം, അല്ലെങ്കിൽ ഈ ഫോക്ക് ടെയിൽസ് എല്ലാം കമ്പൈൽ ചെയ്ത് അത് എഴുതിയത്. അത് തോമസ് മാലറിയാണ് അത് ആദ്യമായിട്ട് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേരാണ് മോർട്ട് d'Arthur. കിങ് ആർതറിൻ്റെ സ്റ്റോറീസ് ബ്രിട്ടൻസ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം പോപ്പുലറായി. അപ്പോൾ ബ്രിട്ടൻസ് നേരത്തെ ആമോറിക്ക എന്നുള്ള പ്ലേസിൽ പോയി, അത് പിന്നീട് ബ്രിട്ടാനി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടാനിയിലും ഈ കിങ് ആർതറിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ കിങ് ആർതറിൻ്റെ ടെയിൽസ് വളരെ പോപ്പുലറായിരുന്നു. ഇനി നമുക്ക് ബ്രിട്ടാനിയിൽ സെറ്റിൽ ഡൗൺ ആയ കുറച്ച് ബ്രിട്ടൻസ് ഉണ്ടായിരുന്നല്ലോ, അതായത് സാക്സൺസിനെ അവരുടെ ലോർഡ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങോട്ട് പോയി താമസിച്ചതാണ്. അപ്പോൾ സെൽഫ് എക്സൈൽഡ് ബ്രിട്ടൻസ് ആണ് അവിടെ ഉള്ളത്. സോ ദ ബ്രിട്ടൻസ് ദസ് റിട്രീറ്റഡ് ടു ബ്രിട്ടാനി ഗോട്ട് സെറ്റിൽ ഡൗൺ ഇൻ ദ വെസ്റ്റ് ഓഫ് വെയിൽസ് വിച്ച് വാസ് ഓൾറെഡി ഇൻഹാബിറ്റഡ് ബൈ ദ പ്രീഡിസസേഴ്സ് കെൽസ് ഹു വെ പുഷ്ഡ് അസൈഡ് ബൈ ദ റോമൻസ്. അങ്ങനെ ബ്രിട്ടാനിയിൽ സെറ്റിൽ ഡൗൺ ആയ സെൽഫ് എക്സൈൽഡ് ബ്രിട്ടൻസ് പിന്നീട് വെയിൽസിൻ്റെ വെസ്റ്റേൺ ഏരിയസിലേക്ക് റിട്രീറ്റ് ചെയ്തു. അവരങ്ങോട്ട് പോയി. പക്ഷെ അവിടെ ഓൾറെഡി അവരുടെ പ്രീഡിസസേഴ്സായ കെൽസ് താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സെഞ്ച്വറീസ് ആയിട്ട് അവരവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. കാരണം റോമൻ റൂള് വന്നപ്പോഴത്തേക്കും അവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ അവർ വെയിൽസിലേക്ക്, വെസ്റ്റേൺ പാർട്ട് ഓഫ് വെയിൽസിലേക്ക് അവർ കുടിയേറി താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് തന്നെയാണ് ഈ ബ്രിട്ടാനിയിൽ നിന്ന് കുറച്ച് ബ്രിട്ടൻസ് പോയത്. അങ്ങനെ ഈ ബ്രിട്ടനിയിലുള്ള സെൽഫ് എക്സൈൽഡ് ബ്രിട്ടൻസും അവിടെ നേരത്തെ താമസിക്കുന്ന കെൽസും അവിടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നയിച്ചത്. അങ്ങനെ അവിടെ താമസിച്ച എല്ലാവരെയും അറിയപ്പെട്ടത് കിംറി എന്നുള്ള പേരിലാണ്. കിംറി എന്ന് പറഞ്ഞാൽ ഒരു വെൽഷ് വേർഡാണ്. കോംറേഡ്സ്, ഫ്രണ്ട്സ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. കോംറേഡ്സ് എന്നുള്ള അർത്ഥം വരുന്ന വെൽഷ് വേർഡാണ് കിംറി. അങ്ങനെ ഈ കോംറേഡ്സ് ജീവിച്ച സ്ഥലം പിന്നീട്
കേംബ്രിയ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അതായത് ഈ കേംബ്രിയ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും വെൽഷിൻ്റെ ഒരു വെസ്റ്റേൺ ഏരിയ ആയിട്ട് വരും. അവിടെ നേരത്തെയുള്ള കെൽസും പിന്നെ ഈ സെൽഫ് എക്സൈൽഡ് ബ്രിട്ടാനിയയിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് താമസിച്ചപ്പോഴാണ് അവരെ കിംറി എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. കിംറിയുടെ ലാൻഡ് കേംബ്രിയ. അത് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇവരെ എല്ലാം പക്ഷേ ചേർത്ത് നിർത്തിയ ഒരു ഘടകമുണ്ടായിരുന്നു. അതാണ് അവരുടെ റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി. So they were ardent followers of Christianity and they had a passion for literature and music, especially poetry. ഇത്രയൊക്കെ അറ്റാക്സ് ഉണ്ടായിട്ടും മരിക്കാത്ത ഒന്ന് അവരുടെ റിലീജിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്ത്യാനിറ്റി. അതുപോലെ തന്നെ ഈ കോംറേഡ്സിന് ശരിക്കും ലിറ്ററേച്ചറിലും മ്യൂസിക്കിലും പോയട്രിയിലും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു വിഭാഗമായിരുന്നു. ആൻഡ് ഓൾസോ ദേ വർ ardent worshippers of nature. പ്രകൃതിയിലെ എല്ലാ എലിമെൻസിനെയും അവർ ആരാധിച്ചിരുന്നവരാണ്. പ്രകൃതി അവർക്ക് ഒരു മദർ ഫിഗർ ആയിരുന്നു, സസ്റ്റെയ്നർ, പ്രൊട്ടക്റ്റർ, റിഫോമർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മിസ്റ്റിസിസം എന്ന് നമുക്ക് വിളിക്കാം. ദർ ആറ്റിറ്റ്യൂഡ് വാസ് വൺ ഓഫ് മിസ്റ്റിസിസം ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദർ ലിറ്ററേച്ചർ ടു. അത് അവരുടെ ലിറ്ററേച്ചറിലും വളരെ എവിഡൻ്റ് ആണ്. ഇതേ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതേ ബിലീഫ്സ് തന്നെയാണ് ഐറിഷ് പീപ്പിളിനും ഉള്ളത്. ഒരുപക്ഷെ ഇതുപോലുള്ള കുറച്ച് വിഭാഗം ആൾക്കാർ അയർലൻഡിലും അഭയം തേടിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇവരെല്ലാം ഒരേ ബിലീഫ്സ് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരേ ബിലീഫ്സ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിൻ്റെ ഇമ്പാക്ട്സ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദ ഇമ്പാക്റ്റ് ഓൺ ലാംഗ്വേജ് ആൻഡ് പ്ലേസ് നെയിംസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷയിലും അതുപോലെ സ്ഥലങ്ങളുടെ പേരുകളിലൊക്കെ എങ്ങനെയാണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തത്, എന്ത് മാറ്റമാണ് ഇതിന് ശേഷം ഉണ്ടായത്. വി നോ ദ സാക്സൺസ് ഓക്യുപ്പൈഡ് ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് ബ്രിട്ടൻ എക്സെപ്റ്റ് ദ നോർത്ത് ആൻഡ് ദ വെസ്റ്റ്. നോർത്തും വെസ്റ്റും ഒഴിച്ച് ബാക്കി എല്ലാ കണ്ണായ പ്രദേശങ്ങളും ഈ സാക്സൺസ് കീഴടക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് നേരത്തെ റോമൻ ഒക്യുപ്പേഷൻ്റെ സമയത്ത് അവർ റോമനൈസ്ഡ് ആയിരുന്നു. അങ്ങനെ റോമനൈസ്ഡ് ബ്രിട്ടൻസിനെ എല്ലാം അവർ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നു. They were either slaughtered or enslaved by the Saxons. And the Latin language which was brought in by the Romans were replaced with harsh Germanic accents of the Saxons. റോമൻ ഒക്യുപ്പേഷൻ്റെ സമയത്ത് ബ്രിട്ടനിൽ പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയാണ്. റോമൻസിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയാണ്. ആ ലാറ്റിൻ ഭാഷ മാറ്റിക്കൊണ്ട് ഈ ട്രൈബ്സിൻ്റെ ഭാഷ അവർ സ്ഥാപിച്ചു. അതായത് ഇവർ ജർമേനിക് ട്രൈബ്സ് ആണല്ലോ, അതുകൊണ്ട് ജർമേനിക് ആക്സൻസ് ആണ് പിന്നെ ബ്രിട്ടനിൽ പോപ്പുലർ ആയത്. അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ലാറ്റിൻ എലിമെൻറ്റ്സ്, അതുപോലെ സാക്സൺ എലിമെൻറ്റ്സ്, കെൽറ്റിക് എലിമെൻറ്റ്സ്, ഇങ്ങനെ കുറേ ഭാഷകളുടെയൊക്കെ ഒരു മിക്സ്ചറാണ് ശരിക്കും ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിരവധി ഇൻവേഡേഴ്സ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഭാഷയിലും വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഗോട്ട് റീപ്ലേസ്ഡ്. The Latin language which was brought in by the Romans got replaced with a harsh Germanic accents. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് കെൽറ്റിക് എലിമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റപ്പെട്ടു പ്ലേസ് നെയിംസിലൊക്കെ, എക്സെപ്റ്റ് ഫ്യൂ നെയിംസ് ലൈക്ക് ദ റിവർ നെയിംസ് ഓഫ് റിവർ ഏസ്ക്, ആക്സ്, എക്സ് എക്സെട്ര. അപ്പോൾ ഇതുപോലുള്ള റിവർ നെയിംസ് അസ്ക്, ആക്സ്, എക്സ് ഇതൊഴിച്ച് ബാക്കി ഒരു കെൽറ്റിക് എലിമെൻറ്റ്സും ട്രേസസും പിന്നീട് ഭാഷയിലുണ്ടായിരുന്നില്ല ഇവരുടെ കാലഘട്ടത്തിൽ. ഈ അസ്ക്, ആക്സ്, എക്സ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇസ്ക എന്ന് പറയുന്ന ബ്രിട്ടീഷ് വേർഡിൻ്റെ പല ഫോംസാണ്. ഇസ്ക എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നാണ് അർത്ഥം. അതുപോലെ സാക്സൺ എലിമെൻറ്റ്സ് കൂടുതലായിട്ട് ഭാഷയിൽ കാണാൻ കഴിയുന്നത് പ്ലേസ് നെയിംസിലാണ്, എസ്പെഷ്യലി ഇൻ പ്ലേസ് നെയിംസ് എൻഡിങ് ഇൻ ദ സഫിക്സ് ING. ഇത് നമുക്ക് ഒരുപാട് ബ്രിട്ടനിൽ ഒരുപാട് പ്ലേസ് നെയിംസ് ഉണ്ട് ING കൊണ്ട് എൻഡ് ചെയ്യുന്നത്. അതെല്ലാം സാക്സൺ ഭാഷയുടെ ട്രേസ് ആണ്. ഫോർ എക്സാമ്പിൾ ഹേസ്റ്റിങ്സ്. ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഹെയ്സ്റ്റ എന്ന് പറയുന്ന ഒരു സാക്സൺ റൂളർ, അയാളും അയാളുടെ ഫോളോവേഴ്സും താമസിച്ച സ്ഥലം എന്ന അർത്ഥമാണ് ഹേസ്റ്റിങ്സിന് ഉള്ളത്. അതുപോലെ തന്നെ LEY അല്ലെങ്കിൽ LEA എന്നുള്ള സഫിക്സും ഈ സാക്സൺ എലിമെൻറ്റിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ പ്ലേസ് നെയിംസ് ലൈക്ക് ഓൾഡലെ ഓർ ഹെൻലെ, ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് സാക്സൺ എലിമെൻറ്റ്സ് ആണ്. ഈ LEY അല്ലെങ്കിൽ LEA എന്നുള്ള സഫിക്സ് അതിൻ്റെ അർത്ഥം ക്ലിയറിങ് ഇൻ ദ വുഡ് എന്നുള്ള അർത്ഥമാണ്. അതായത് കാട് വെട്ടിത്തെളിച്ച് എടുത്ത സ്ഥലം എന്നുള്ളൊരർത്ഥം വരുന്ന പ്ലേസ് ആണ്. ഇനി ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റാണ് വലിയ തോതിൽ അവർ ചെയ്ത
ഡിസ്ട്രക്ഷൻ, നാശനഷ്ടങ്ങൾ. They destroyed Roman cities of Britain because there were not a lot who were interested in a life of luxury. അവർ ആദ്യം ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ ഈ റോമൻ സിറ്റീസ് എല്ലാം അവർ സാബോട്ടേജ് ചെയ്തു, അവരതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കാരണം അവർക്ക് ശരിക്കും ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. റോമൻസിന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു, അവർ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ് അവർ താല്പര്യപ്പെട്ടിരുന്നത്. സോ ദ സൊഫിസ്റ്റിക്കേറ്റഡ് villas and baths and extravagant roads constructed by the Romans was of no interest to them. റോമൻസ് കൺസ്ട്രക്ട് ചെയ്ത ആ സൊഫിസ്റ്റിക്കേറ്റഡ് വില്ലാസും ബാത്സും റോഡ്സും ഒന്നും അവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അവർക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരതെല്ലാം തകർത്ത് കളഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി ഈ പ്ലേസസിനോടൊക്കെ ഒരു ഭയമുണ്ടായിരുന്നു. They were afraid of these places because they believed that those places were haunted. അപ്പോൾ റോമൻ സോൾജേഴ്സിൻ്റെയൊക്കെ സ്പിരിറ്റ്സ് അവിടെ ഉണ്ടെന്നും അതുകൊണ്ട് ഈ പ്ലേസസ് ഒക്കെ ഹോണ്ടഡ് ആണ് എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി അവരിതെല്ലാം ആദ്യമേ തന്നെ തകർത്ത് കളഞ്ഞത്, നശിപ്പിച്ച് കളഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ റോമൻസിൻ്റെ റിലീജിയൻ ആണല്ലോ ക്രിസ്ത്യാനിറ്റി. അപ്പം ക്രിസ്ത്യൻ ചേർച്ചസ് എല്ലാം ഡിമോളിഷ് ചെയ്തു. A large number of Christian churches were demolished by these Saxon tribes. ഇവർ ക്രിസ്ത്യാനിറ്റിയിൽ ബിലീവ് ചെയ്തിരുന്നില്ല. ഇവർ അവരുടെ ജർമേനിക് ട്രൈബിൻ്റെ ഗോഡ്സിനെയൊക്കെയാണ് അവർ വർഷിപ്പ് ചെയ്തിരുന്നത്. അവരുടെ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ തോർ, വാർഡൻ, ഫ്രിഡ്ജ്, ഇതൊക്കെയായിരുന്നു അവരുടെ ഗോഡ്സ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് സാക്സൺ ട്രൈബ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ടാകും, ഇവർ ഒരു ബ്ലഡ് തേഴ്സ്റ്റി ആയിട്ടുള്ള ഒരു വിഭാഗമാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. They were not at all a bloodthirsty lot. They settled down to cultivate the land and they considered and preserved the land as if it were their own land. നമുക്കറിയാം ജൂട്ട് വാറിയേഴ്സായ ഹെങ്സ്റ്റയും ഹോഴ്സയും എന്തുകൊണ്ടാണ് തിരിച്ചു പോകാതിരുന്നതെന്ന്. അവർക്ക് ബ്രിട്ടനിലെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർക്ക് ഇവിടുത്തെ ലാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ ഇവിടെ സെറ്റിൽ ഡൗൺ ആവാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നോർമലി അതിന് അനുവദിക്കാതെ വരുമ്പോഴത്തേക്കും അവർ ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും അവർ ആ ലാൻഡ് നശിപ്പിച്ചിട്ട് അവിടുത്തെ റിസോഴ്സസ് ലൂട്ട് ചെയ്യാനോ പ്ലണ്ടർ ചെയ്യാനോ വന്ന ഒരു വിഭാഗമല്ല. അവരവിടെ താമസിച്ച് കൃഷി ചെയ്ത് ഒരു സിവിലൈസേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അവരുടെ മറ്റ് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ they were loyal clansmen. Gradually there evolved a race of men known for their aggressive exploits and lust for conquest along with their sensitive expression of thoughts and feelings. പിന്നീട് ഇവർ പല പല കോൺക്വസ്റ്റുകൾ പിന്നീട് നയിക്കാനായിട്ട് തുടങ്ങി. എന്നിരുന്നാലും ഇവർ പീസ് ലവിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. മ്യൂസിക്കിനോടും ലിറ്ററേച്ചറിനോടും പോയിട്രിയോടും ഒക്കെ നേച്ചറിനോടും ഒക്കെ പാഷൻ ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ദ ഇംഗ്ലീഷ് റേസ് ഉണ്ടായത്. ഓക്കെ, ദസ് ദ ഇംഗ്ലീഷ് റേസ് വാസ് ബോൺ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആംഗിൾസിൻ്റെ ആ ഒരു റേസ് എന്നുള്ള അർത്ഥമാണ്, ആംഗിൾസും സാക്സൺസും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. Thank you for listening and watching.